നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ നിയമവ്യവസ്ഥക്കകത്ത് നിന്ന് പ്രവർത്തിക്കണമെന്നും പൗരന്മാരെ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ബോംബെ ഹൈക്കോടതി. പൗരന്മാരെ ഉപദ്രവിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശം നൽകാൻ ജസ്റ്റിസ് മേലിംഗ് ജാദവ് ഇഡിക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. മഹാരാഷ്ട്രയിലെ മലാഡിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു കെട്ടിടത്തിന് 2 നിലകൾ പുതുക്കി പണിയുന്നതിനായി ഒരു ബയറും ഡെവലപ്പറും തമ്മിൽ ഏർപ്പെട്ട കരാർ ലംഘിക്കപ്പെട്ടെന്ന കേസിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇരു കൂട്ടരും തമ്മിലുള്ള സിവിൽ തർക്കം 2009 പോലീസ് കേസായി മാറുകയും 2012 ഇഡി എത്തുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമായിരുന്നു കേസിൽ ഇഡി കുറ്റപത്രം നൽകിയത്. ഡെവലപ്പറുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത് ഡെവലപ്പർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള താൽപ്പര്യം അവഗണിച്ച് സ്വന്തം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളാണ് PMLAയുടെ പരിധിയിൽ വരികയെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. രഹസ്യമായി ഗൂഢാലോചന നടത്തി ഇരുട്ടിൽ നടപ്പാക്കുന്ന കുറ്റകൃത്യങ്ങളെ നേരിടാനാണ് PMLA രൂപീകരിച്ചിരിക്കുന്നത്. നിലവിലെ കേസ് 2 കക്ഷികൾ തമ്മിലുള്ള വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ടതാണ്. PMLA നടപ്പാക്കുന്നതിന്റെ മറവിൽ നടത്തുന്ന അടിച്ചമർത്തൽ വ്യക്തമാക്കുന്ന ക്ലാസിക്കൽ കേസാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഇഡിക്ക് 1 ലക്ഷം രൂപ പിഴയിട്ടത്. ഡെവലപ്പർക്കെതിരെ ഇഡി കൊണ്ടുവന്ന കേസും സ്വത്ത് കണ്ടെത്തലുമെല്ലാം റദ്ദാക്കുകയും ചെയ്തു.